എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ നന്ദയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ എന്ത് ചടങ്ങാണ് എന്ന് നന്ദ ചോദിക്കുന്നുണ്ട്. അന്നേരം പറയും നാളെ പൗർണമിയാണ്, നാളെ തന്നെ ഈ വീട്ടിലെ കുട്ടിയായിട്ട് ഗൗരിയെ ഇങ്ങോട്ട് സ്വീകരിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്, അതിനുള്ള ചടങ്ങുകളെ പറ്റിയാണ് പറഞ്ഞത് എന്ന് പറയും. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്, ഈ ഒരു കാര്യം വേണ്ട എന്ന് മാത്രം നന്ദ പറയരുത്, ഞങ്ങളുടെ എല്ലാവരുടെയും വലിയ ആഗ്രഹമാണ് എന്നുകൂടി പറയൂ കേട്ടോ. അന്നേരം നന്ദ പറയും, ഗൗരിയുടെ കാര്യത്തിൽ ഞാനൊരു എതിരഭിപ്രായവും പറയുന്നില്ല, ചടങ്ങുകൾ നടത്തിക്കോ, ഞാൻ നാളെ മോളെ അവിടെ കൊണ്ടുവിട്ടേക്കാം, ചടങ്ങ് കഴിയുമ്പോൾ വിളിച്ചാൽ മതി, ഞാൻ തന്നെ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നോളാം എന്ന് പറയുന്നു. എന്തെങ്കിലും ലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷം. നന്ദി മോളെ, ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു, അതിന് നീ എതിരൊന്നും പറഞ്ഞില്ലല്ലോ, അതിന് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറയും. അന്നേരം നന്ദയ്ക്ക് വലിയ സന്തോഷമൊന്നുമില്ല കേട്ടോ. നന്ദ പറയുവാണ്, വേറെ ഒന്നും പറയാനില്ലെങ്കിൽ ഞാൻ ഫോൺ വെച്ചോട്ടെ എന്ന് വയ്ക്കും. അന്നേരം അയ്യോ വെക്കില്ലേ എന്ന് പറഞ്ഞ് മഹേശ്വരൻ ഫോൺ മേടിക്കും. അന്നേരം അച്ഛനാണോ എന്ന് ചോദിക്കുമ്പോൾ ആ അച്ഛനാ എന്ന് പറയും. എന്നിട്ട് പറയുവാണ്, മോളെ നാളെ ഗൗരിമോളുടെ കൂടെ നീയും ഇവിടെ കാണണം എന്ന് പറയും. അന്നേരം നന്ദ പറയും, ഇല്ല അച്ഛാ ഞാൻ വരില്ല എന്ന് പറയുവാണ്. അന്നേരം മഹേശ്വരൻ ചോദിക്കുവാണ്, അതെന്താ മോളെ അച്ഛനെ നീ മറന്നു എന്ന് ചോദിക്കുമ്പം, ഇല്ല ഞാൻ അങ്ങോട്ട് വന്നാൽ ശരിയാകുകയില്ല, മനസ്സുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ചാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്, ഇനി ഒന്നിലേക്കും എന്നെ വലിച്ചിടല്ലേ എന്നിങ്ങനെ നന്ദ വിഷമത്തോടെ പറയുവാണ്. അന്തെങ്കിലും ലക്ഷ്മി അത്ര നേരം ലക്ഷ്മി നന്ദയുടെ കാര്യം പറഞ്ഞില്ല കേട്ടോ. എന്തെങ്കിലും ലക്ഷ്മി, അല്ല മോളെ മോള് ഇവിടെ കാണണം, ചടങ്ങ് നടക്കുന്ന സമയത്ത് മോളും ഇവിടെ വേണം, അതാ അതിൻ്റെ ശരി എന്ന് പറയുവാണ് ലക്ഷ്മി. അന്നേരം നന്ദ പറയും, ഇല്ല ഞാൻ വരുന്നില്ല എന്ന് തന്നെ പറയും. അന്നേരം മഹേശ്വരൻ ചോദിക്കുവാണ്, മോളെ ഈ അച്ഛനെ നീ ഉപേക്ഷിച്ചോ, അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ വിളിച്ചാൽ നീ വരികയില്ലേ, അതും നീ തട്ടിക്കളയോ എന്ന് ചോദിക്കുവാണ്. ഈ അച്ഛനൊക്കെ ഇത്ര കാലം എവിടെയായിരുന്നു എന്നറിയില്ല. ഏതായാലും അത്രയും ചോദിച്ചു കഴിയുമ്പോഴേക്കും നന്ദ പറയും, നോക്കട്ടെ ഞാൻ വരാൻ പറ്റുമോ എന്ന് നോക്കാം എന്ന് പറയുന്നു. അതൊക്കെ അത്രയും മതി, ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി മോളെ, എങ്കിൽ നമുക്ക് നാളെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തോടെ ഇവർ ഫോം വയ്ക്കുക. അപ്പം രണ്ടുപേരുടെയും സന്തോഷം അത് കഴിഞ്ഞ് പറയുന്നുണ്ട് കേട്ടോ, ഏതായാലും മോള് സമ്മതിച്ചല്ലോ, നന്ദ എതിരൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും സന്തോഷം പരസ്പരം പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പിങ്കി അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നേരെ ലക്ഷ്മി അടുക്കളയിലേക്ക് ചെല്ലുമ്പം പിങ്കി ചോദിക്കും, നാളെ ഗൗരി വരാമെന്ന് സമ്മതിച്ചോ, ഗൗരി വിടാമെന്ന് നന്ദ സമ്മതിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, വിടാമെന്ന് പറഞ്ഞു, മോള് വരും എന്ന് പറയും. അന്നേരം കൂടെ നന്ദ ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ നന്ദ ഉണ്ടാകും എന്ന് പറയും. അന്നേരം വിഷമത്തോടെ പിങ്കി ചോദിക്കുവാണ്, നാളെ നിങ്ങളുടെ എല്ലാവരുടെയും കൊച്ചുമോളായിട്ട് ഗൗരി ഇങ്ങോട്ട് വരും, അവളുടെ അമ്മയായിട്ട് നന്ദി ഇങ്ങോട്ട് വരും, പിന്നെ എനിക്ക് എന്ത് സ്ഥാനമാണ് അമ്മായി ഇവിടെ ഉള്ളത്, എനിക്ക് മക്കളില്ല, പിന്നെ ഭാര്യയുടെ സ്ഥാനം, ആ ഭാര്യ സ്ഥാനം ഇനിയും അങ്ങോട്ട് ഉണ്ടാകുമോ എന്നും എനിക്കറിയില്ല, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടേ എന്നുകൂടി അമ്മായി ഒന്ന് പറ എന്ന് പറയും. അന്നേരം ലക്ഷ്മി വരുന്നുണ്ട്, ഇല്ല പിങ്കി അങ്ങനെയൊന്നും നീ വിചാരിക്കണ്ട, ചടങ്ങ് കഴിയുമ്പോൾ നന്ദയുടെ കാര്യങ്ങളിലേക്ക് പോകും, ഇവിടുന്ന് പോകും, അല്ലാതെ അത് ഓർത്തൊന്നും നീ പേടിക്കണ്ട, ഇതിനു വേണ്ടി നീ ആവശ്യമില്ലാതെ ചിന്തിക്കുകയും വേണ്ട എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയും ചെല്ലുമ്പോൾ ഒന്നും മിണ്ടാതെ പിങ്കി അങ്ങ് പോവാട്ടോ. പിങ്കിക്ക് ആകെ സങ്കടമായി ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ. അത് കഴിഞ്ഞ് പുറത്ത് പോയി ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് മോഹിനി വരുന്നത്. മോഹിനിക്ക് പിങ്കിയുടെ നിപ്പൊക്കെ കാണുമ്പം തന്നെ നല്ല വിഷമമുണ്ടെന്ന് മനസ്സിലാവും. അന്നേരം മോഹിനി മനസ്സിലോർക്കുക, പാവം നെഞ്ചു പൊട്ടി നിൽക്കുക, കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് കൊടുത്തേക്കാം എങ്കിൽന്ന്. എന്നിട്ട് നേരെ അടുത്തോട്ട് വരും. എന്നിട്ട് നെഞ്ചു പൊട്ടി നിൽക്കുവാല്ലോ മോളിവിടെ എന്ന് ചോദിക്കും. അന്നേരം പിങ്കി ചോദിക്കും, അങ്ങനെ ആരാ പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ, അതിപ്പോൾ ആരെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ, ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാം മനസ്സിലാവുമല്ലോ, ആ നന്ദ എവിടുന്ന് ഒരു കൊച്ചിനെയും കൊണ്ട് കയറി വന്ന് അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുമല്ലേ എന്ന് ചോദിക്കും. അന്നേരം പിങ്കി പറയുന്നുണ്ട്, അതിന് നന്ദയല്ലല്ലോ ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുന്നത്, അവളെ ഇങ്ങോട്ട് വലിച്ചെടുപ്പിക്കാൻ നോക്കുന്നത് വേറെ പലരുമല്ലേ എന്നിങ്ങനെ പറയുമ്പം മോഹിനി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, ഇതിൻ്റെ അകത്ത് അവളുടെയും കൈയുണ്ട്, അല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു, പിന്നെ എങ്ങനെയാണ് ഇത്ര കാലം കഴിഞ്ഞിട്ട് അവൾക്ക് ഒരു കുഞ്ഞുണ്ടായി എന്നും അത് ഗൗതത്തിൻ്റെ ആണ് എന്നൊക്കെ നുണ പറയുന്നത്, അതുകൊണ്ട് അവളുടെ ഭാഗത്തും ഇങ്ങനെ ഒരു കള്ളത്തരം കിടപ്പുണ്ട് എന്ന് മോഹിനി പറയുമ്പം ആകെ വിഷമിച്ച് നിൽക്കുക കേട്ടോ പിങ്കി. അന്നേരം പിങ്കി പറയുന്നുണ്ട്, ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എനിക്ക് അഭിപ്രായമൊന്നും പറയാനില്ല എന്ന് പറയുമ്പം, അങ്ങനെ നീ വെറുതെ നിൽക്കരുത്, ഇത്രയൊക്കെ സംഭവം നടന്നിട്ടും നീ ഇങ്ങനെ കൂളായിട്ട് നിൽക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്, നീ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം, ഈ ചടങ്ങ് ഇവിടെ നടത്തിക്കരുത് എന്ന് പറയും. അന്നേരം പിങ്കി പറയുന്നുണ്ട്, അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതം എന്നെ വെറുക്കും, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയും. അന്നേരം മോഹിനി പറയുന്നുണ്ട്, ആ നന്ദ എന്ന് പറയുന്നവൾക്ക് കാഞ്ഞ ബുദ്ധിയാണ്, ഒരു കാര്യം പിങ്കി ശ്രദ്ധിച്ചായിരുന്നോ, അന്ന് ഗൗതത്തിൻ്റെ കുഞ്ഞിന് ജന്മം നൽകി നീ ഈ വീട്ടിൽ സ്ഥാനം ഉറപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് നന്ദ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയി അതിനെ കൊലയ്ക്ക് കൊടുത്തത്. അതിനുശേഷം ഇവിടെയുള്ളവരുടെ അവസ്ഥ എന്തായിരുന്നു എന്നറിയാലോ, പിന്നീട് നന്ദുമോൻ വന്നു, അവനെ സ്നേഹിച്ച് ഈ വീട്ടിലുള്ള എല്ലാവർക്കും ജീവൻ പകർന്ന് നീ വീണ്ടും ഇവിടെ സമാധാനത്തോടെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ
ദേ അവൾ വീണ്ടും വരുന്നു ഒരു കൊച്ചിനെയും കൊണ്ട്, അത് ഗൗതത്തിൻ്റെ ആണ് എന്നുള്ള വലിയ നുണയും പറഞ്ഞുകൊണ്ട്. ഇതൊക്കെ തടയാൻ നീ ശ്രമിച്ചില്ലെങ്കിൽ നിനക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് എന്ന് പറയുമ്പം പിങ്കി പറയുന്നുണ്ട്, ആര് വേണമെങ്കിലും ആരുടെ സ്ഥാനം വേണമെങ്കിലും തട്ടിയെടുത്തോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് എൻ്റെ മകനുണ്ടല്ലോ അത് മതി എന്ന് പറയുക. അന്നേരം മോഹിനി പിന്നെയും പറയുന്നുണ്ട്, അങ്ങനെ വിചാരിക്കരുത്, കാരണം ഗൗരി ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ആദ്യം സ്ഥാനം തെറിക്കുന്നത് നന്ദുവിൻ്റെ തന്നെയായിരിക്കും. എപ്പോഴും സ്വന്തം മകളും ദത്തുമകനും ഒരേ തട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ പ്രാധാന്യം ഗൗരിക്ക് തന്നെയായിരിക്കും, അത് നീ മറന്നു പോകരുത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആകെ വിഷമാവുന്നുണ്ട് പിങ്കിക്ക്. എങ്കിലും പിങ്കി പറയുന്നുണ്ട്, ഞാൻ ഇനി എതിർക്കാനൊന്നും പോകുന്നില്ല, ഒരു കാര്യം പറഞ്ഞു എനിക്കിനെ എതിർക്കാനും സാധിക്കില്ല എന്ന് പറയുമ്പം മോഹിനി പറയുവാണ്, എത്ര പറഞ്ഞാലും നീയൊന്നും പഠിക്കുകയില്ല, ഇനിയും നീ കുറേ കൂടെ അനുഭവിക്കാനുണ്ട് പിങ്കി, അത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് മോഹിനി അങ്ങോട്ട് പോകുമ്പോഴും ആകെ വിഷമത്തോടെയാണ് പിങ്കി നിൽക്കുന്നത്. പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി പോയല്ലോ എന്നോർത്ത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദയാണ്. നന്ദ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് നമ്മുടെ നളിനി അങ്ങോട്ട് വരുന്നു. ഒരുപാട് സന്തോഷം നന്ദയ്ക്ക്. ആഹാ, നളിനി ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കുമ്പം ആ അഡ്രസ്സ് എനിക്ക് പറഞ്ഞു തന്നായിരുന്നല്ലോ, ഞാനൊരു ഓട്ടോക്കാരനോട് പറഞ്ഞപ്പോൾ ഇവിടെ കൊണ്ട് വിട്ടിട്ട് പോയി എന്ന് പറയും. അന്നേരം നന്ദോട് ചോദിക്കുന്നുണ്ട്, പണിയൊക്കെ കഴിഞ്ഞിട്ട് പത്രം വായനയാണോ എന്ന് ചോദിക്കുമ്പം പണിയൊന്നും കഴിഞ്ഞൊന്നുമില്ല, ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് അന്നേരം പത്രം നോക്കും, എവിടെയെങ്കിലും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലെങ്കിൽ എന്തെങ്കിലും ഒഴിവുണ്ടോ എന്ന് നോക്കുവാണ്. ഈ ഒരു സാഹചര്യത്തിൽ ജോലി ഇല്ലാതെ എനിക്കിനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയുക. അപ്പോൾ നന്ദയ്ക്ക് ഗവൺമെൻറ് ഡോക്ടർ അല്ലായിരുന്നോ ശാന്തിപുരത്ത്, അറിയില്ല, ഏതായാലും അങ്ങനെ പറയുന്നുണ്ട്. അന്നേരം നളിനിയും പറയുന്നുണ്ട്, ശ്രമിക്കുക, ഏതായാലും കിട്ടാതിരിക്കുകയില്ല എന്നൊക്കെ പറയും. അന്നേരം നന്ദ പറയുന്നുണ്ട്, ഇപ്പോൾ തന്നെ മോളെ കൂട്ടി എന്തൊക്കെയോ ചടങ്ങുകൾ നടത്തണമെന്ന് പറഞ്ഞു ഇന്ത്യവരത്തിൽ, അവളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നതിന് മുമ്പ് നല്ലൊരു ഡ്രസ്സ് മേടിച്ചു കൊടുക്കാനുള്ള പൈസ പോലും എൻ്റെ കയ്യിലില്ല, അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ആകെ വിഷമമാണ് എന്ന് പറയും. അന്നേരം നളിനി കയ്യിൽ കിടക്കുന്ന ഒരു വള ഊരി കൊടുക്കും. എന്നിട്ട് പറയും, ഇപ്പം സ്വർണ്ണത്തിന് തീ പിടിച്ച വിലയാണെന്ന് അറിയാലോ, അതുകൊണ്ട് ഇത് പണയം വിൽക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തു, എന്നിട്ട് മോളുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്തുക, അവൾക്കൊരു കുറവും വരുത്തരുത് എന്ന് പറയും. അന്നേരം നന്ദ പറയും, എനിക്കൊരു ജോലിയില്ല, ഇതെനിക്കിന് തിരിച്ചു തരാൻ പറ്റുമോ എന്നറിയില്ല, അതുകൊണ്ട് കടമായിട്ട് ഞാൻ ഒന്നും മേടിക്കുന്നില്ല എന്ന് പറയും. അന്നേരവും നളിനി പറയുന്നുണ്ട് കേട്ടോ, ഇത് കടവായിട്ടൊന്നും അല്ല, മോളുടെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് തന്നെ പറയുവാണ്. അന്നേരം നന്ദ പറയും, വേണ്ട നളിനി, ഇത് വേണ്ട, ഞാൻ വേറൊരു മാർഗ്ഗം അതിന് കണ്ടുവച്ചിട്ടുണ്ട്, എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയ സാരി ഇവിടെ ഇരിപ്പുണ്ട്, നല്ല സാരിയാണ്, അത് വെട്ടി മോൾക്ക് ഉടുപ്പ് തയ്ക്കാം, അതാകുമ്പോൾ അവൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും, അതുകൊണ്ട് ഞാനത് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പം അതൊക്കെ മോൾക്ക് ഇഷ്ടപ്പെടുവോ എന്ന് ചോദിക്കൂട്ടോ നളിനി. അന്നേരം നന്ദ ചോദിക്കും, അതെന്താ നളിനി അങ്ങനെ ചോദിച്ചേ, ഞാൻ മേടിച്ചു കൊടുത്താൽ അവൾക്ക് ഇഷ്ടപ്പെടില്ലേ എന്ന് ചോദിക്കുവാണ്. അന്നേരം നളിനി പറയും, ഇപ്പോഴത്തെ കുട്ടികളല്ലേ, അവരുടെ ഇഷ്ടവും ഇഷ്ടക്കേടും അവർക്ക് തന്നെ തിട്ടമില്ലാത്ത സമയമാണ് എന്ന് ഇങ്ങനെ പറയൂട്ടോ നളിനി. ഏതായാലും നന്ദയ്ക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ആകെ വിഷമാട്ടോ. നളിനി ഇങ്ങോട്ട് വരാനുള്ള കാരണം തന്നെ നളിനിയോട് ഫോൺ വിളിച്ച് ഇവിടുത്തെ സങ്കടങ്ങളൊക്കെ നന്ദ പറഞ്ഞായിരുന്നു. അപ്പോൾ നളിനി പറയുന്നുണ്ട്, ഫോണിൽ കൂടെ കേട്ടിട്ടുള്ള ആ പുകച്ചിൽ പോലും എനിക്കിപ്പോഴും മാറിയിട്ടില്ല, അത് ഓർക്കുമ്പോഴേ എനിക്ക് ടെൻഷനാണ് എന്നൊക്കെ നളിനി നന്ദയോട് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മിയാണ്. ലക്ഷ്മി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് ചടങ്ങിനെ പറ്റിയൊക്കെ. അന്നേരം ഗൗതം അങ്ങോട്ട് വരും, അമ്മ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പം നാളെ ചടങ്ങുകൾ നടത്തണ്ടേ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടി അച്ഛൻ അമ്പലത്തിലേക്ക് പോയേക്കുവാണ് എന്ന് പറയും. ഇവരതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതേക്കും മഹേശ്വരൻ കയറി വരും. എന്നിട്ട് എന്തോ പ്രസാദമൊക്കെ കൈ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നാളത്തെ ചടങ്ങിനെ പറ്റിയൊക്കെ പറയും. ഒരുപാട് ചടങ്ങൊന്നുമില്ല, നമ്മുടെ മനസ്സമാധാനത്തിന് അവിടുന്ന് അമ്പലത്തിൽ നിന്ന് എന്തോ തീർത്ഥം എന്തോ കൊടുക്കും, അതൊക്കെ ഉപയോഗിച്ച് മോളുടെ കാലൊക്കെ കഴുകി കയറ്റിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എന്തൊക്കെ ചടങ്ങുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് അപ്പുറത്ത് മോഹിനിയും ജഗന്നാഥനും നിൽപ്പുണ്ടായിരുന്നു. ഈ വിശദീകരണം എല്ലാം കേട്ട് കഴിയുമ്പം ജഗന്നാഥൻ മോഹിനിയോട് പറയുവാണ്, ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ ഇനിയും മുറുകൂലോ മോഹിനിയെന്ന്. അന്നേരം മോഹിനി പറയുന്നുണ്ട്, ചടങ്ങൊക്കെ നടത്തി മോളെ ഇങ്ങോട്ട് കൂടി ഇരുത്തിക്കോട്ടെ, പക്ഷേ അവളെ ആ നന്ദയെ അങ്ങനെ വാഴാൻ ഞാൻ വിടിയല്ല, അവളുടെ കള്ളത്തരം ഞാൻ പൊളിച്ച് കൈ കൊടുക്കുമെന്നാണ് മോഹിനി പറയുന്നത്. പിന്നെയും കാണിക്കുന്നത് നമ്മുടെ നന്ദയാണ്. നന്ദ ആ സാരി വെട്ടി ഉടുപ്പൊക്കെ തയ്ച്ച് കൊണ്ടുവന്നു കേട്ടോ. എന്നിട്ട് നളിനിയോട് കാണിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് നല്ലതാണോ എന്ന്. അന്നേരം ആ കുഴപ്പമില്ല, നല്ലതാ, ഇതെന്താ ഇത്ര പെട്ടെന്ന് ഇത് തയ്ച്ച് കിട്ടിയെന്ന് ചോദിക്കുമ്പം, അല്ല ഞാൻ ഹൗസ് ഓണറോട് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഇവിടെ അടുത്തൊരു കുട്ടി വീട്ടിലിരുന്ന് തുണി തയ്ക്കുന്നുണ്ട്, അതിനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു, ഞാൻ കൊണ്ട് കൊടുത്തു, പെട്ടെന്ന് തയ്ച്ചു തന്നു, പക്ഷേ ഇരട്ടി ഫീസ് മേടിച്ചു കൂട്ടോ തയ്ക്കുന്നതിന്, എന്നാലും വേണ്ടില്ല, മോളുടെ ഇഷ്ടത്തിന് ഒരു ഉടുപ്പ് കൈ കിട്ടിയല്ലോ എന്ന് പറയും. അന്നേരം ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും കോളിംബെല്ല് കേൾക്കും. അപ്പം നന്ദ, നീ ഇത് കൊണ്ട് വയ്ക്കുക, പുതിയതുപോലെ തന്നെ മോളിലെ കൊടുക്കണം, എങ്കിലും അവൾക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആരാന്ന് നോക്കാൻ വേണ്ടി നന്ദ ഡോറ് പോയി തുറക്കുമ്പോഴത്തേക്ക് ഗൗതം. അപ്പോൾ നന്ദ ചോദിക്കും, സാർ എന്താ ഇത്ര നേരത്തെ ഇവിടെ എന്ന് ചോദിക്കും. അന്നേരം ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പം, അയ്യോ അതിനെന്തിനാണ് ഇത്ര നേരത്തെ വന്നത്, ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം എന്ന് പറഞ്ഞിരുന്നതാണല്ലോ എന്ന് പറയുമ്പം, അങ്ങനെ വെറുതെ അങ്ങ് വന്നാൽ പോരല്ലോ എന്ന് പറയും. എന്നിട്ട് ഒന്ന് മാറി എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കയറി പോരുവാണ്. അന്നേരം എന്താ ഗൗതം സാർ എന്ന് ചോദിച്ചുകൊണ്ട് നന്ദ പുറകെ ചെല്ലുന്നുണ്ട്. അന്നേരം ഗൗരിമോളെ എന്നിങ്ങനെ വിളിക്കുവാണ് ഗൗതം. അന്നേരം ഗൗതം സാർ അവൾ കുളിക്കുവാണ് എന്ന് പറയുമ്പം, ആ കുളിക്കുവാണോ, ഞാൻ മോൾക്ക്
അവൾക്കൊരു ഡ്രസ്സൊക്കെ ആയിട്ടാണ് വന്നത്, ഈ ഡ്രസ്സ് ഇടിച്ചു വേണം അവളെ കൊണ്ടുപോകാൻ എന്ന് പറയുമ്പം നന്ദ ചോദിക്കും എന്തിനാ അവൾക്ക് ഡ്രസ്സ് സാറ് കൊണ്ടുപോകുന്നത്, അങ്ങനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എന്നോട് വിളിച്ച് ചോദിക്കാനുള്ളൊരു മര്യാദ കാണിക്കണ്ടായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം ഗൗതം തിരിച്ചു ചോദിക്കും എൻ്റെ മകൾക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ നിൻ്റെ അനുവാദം മേടിക്കണോ, അതെനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഒരു മര്യാദ ഉണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഇത്രയും കാലം എന്നിൽ നിന്ന് മാറ്റി പിടിച്ച് ഒളിച്ചു വളർത്തിയതിനുള്ള കാരണം കൂടി ഇങ്ങോട്ട് പറയാമെന്ന് പറയും. അന്നേരം നന്ദ പറയുന്നുണ്ട് പഴയതൊന്നും വലിച്ചിട്ട് അലക്കാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കേണ്ട എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ മകൾ എന്തിടണം എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്, അത്ര മോശം ഡ്രസ്സ് ഇടിച്ചുകൊണ്ടൊന്നും ഞാൻ അവളെ അങ്ങോട്ട് കൊണ്ടുവരികയില്ല, അവൾക്കുള്ള ഡ്രസ്സ് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നളിനിയുടെ കയ്യിൽ നിന്ന് ആ ഡ്രസ്സ് മേടിച്ച് കാണിക്കും കേട്ടോ ഗൗതത്തിന്. അന്നേരം ഗൗതത്തിന് ആകെ പുച്ഛം, 10 പൈസയ്ക്ക് കൊള്ളിയല്ലാത്ത ഈ ഡ്രസ്സാണോ നീ മോൾക്ക് വേണ്ടി മേടിച്ച് വെച്ചേക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം നന്ദ പറയുന്നുണ്ട് അന്നും ഇന്നും എന്നും നിങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ജീവിതത്തിന് 10 പൈസയുടെ വില തന്നിട്ടില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പം പഴയതൊന്നും എടുത്തിട്ട് ആൾക്കാൻ എനിക്കും താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മകൾക്ക് ഈ ഡ്രസ്സ് കൊടുക്കുമെന്ന് പറയും. അപ്പോൾ നന്ദ പറയും എൻ്റെ മകൾ എന്തിടണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറയുമ്പം അതുപോലുള്ള തിട്ടൂരം ഒന്നും ഇങ്ങോട്ട് ഇറക്കണ്ട നന്ദ, അവൾക്ക് ഞാൻ ഈ ഡ്രസ്സ് കൊടുക്കും, എന്നിട്ട് ഇതിലേതാ നല്ലതെന്ന് അവൾ തന്നെ തീരുമാനിക്കട്ടെ, അവൾ തീരുമാനിക്കുന്നതേ അവൾ ഇടുകയുള്ളൂ എന്ന് ഗൗതം പറയുവാണ്. അന്നത്തേക്കും മോള് കുളി കഴിഞ്ഞ് വരും. ഗൗരിമോള് ഹായ് പപ്പ എന്നൊക്കെ പറഞ്ഞ് ഓടി അടുത്തോട്ട് വരുവാണ്, കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കും. അന്നത്തേക്കും നന്ദ മോളെ പിടിച്ച് തിരിച്ച് നിർത്തിയിട്ട് മോളെ ദേ ഇത് മോൾക്ക് ഇടാനുള്ള ഡ്രസ്സാണ്, ഇതിട്ടുകൊണ്ട് വാ എന്ന് പറയും. അന്നത്തേക്കും ഗൗതം തിരിച്ച് നിർത്തിയിട്ട് അതെ മോൾക്ക് വേണ്ടി പപ്പ ഡ്രസ്സ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, മോൾ ഇത് ഇട്ടാൽ മതി എന്ന് പറയും. അന്നേരം അതെങ്ങനെയാണ് പപ്പ ഈ ഡ്രസ്സും ഉണ്ടല്ലോ എന്ന് പറയും. അന്നേരം ഗൗതം പറയുവാണ് മോള് ഈ 2 ഡ്രസ്സും കൊണ്ടുപോകും, എന്നിട്ട് ഇത് നല്ലത് മോൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണ് എന്ന് നോക്കിയിട്ട് മോൾ അതിട്ടാൽ മതി എന്ന് പറയുവാണ്. അത് നേരെ എന്ന് പറഞ്ഞാൽ മോൾ അങ്ങോട്ട് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് വിലയുള്ള നല്ല ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മോൾ അത് ഇടുകയുള്ളൂ എന്ന് ഗൗതത്തിന് അറിയാമല്ലോ, അതിൻ്റെ ഒരു അഹങ്കാരം ഗൗതത്തിൻ്റെ മുഖത്തുണ്ട്. നന്ദയാണെങ്കിൽ ആകെ ടെൻഷനോടെ പേടിച്ച് നിൽക്കുക. നന്ദയ്ക്കറിയാം 2 ഡ്രസ്സോട് വെച്ച് നോക്കുമ്പം നന്ദയുടെ ഡ്രസ്സ് മോൾക്ക് ഇഷ്ടപ്പെടില്ല, അത് തുണി വെട്ടി തയ്ച്ചതല്ലേ, അതിൻ്റെ ഒരു വിഷമവും സങ്കടമൊക്കെ നന്ദയുടെ മുഖത്തുണ്ട് മോൾ വരുന്നതിന് മുമ്പ് തന്നെ. ഏതായാലും പറഞ്ഞ പോലെ തന്നെ മോൾ അപ്പുറത്ത് പോയിട്ട് ഇട്ടുകൊണ്ട് വരുന്നത് ഗൗതം മേടിച്ചു കൊടുത്ത ഡ്രസ്സാണ്. അത് കാണുന്നതായിരിക്കും ഗൗതത്തിൻ്റെ മുഖത്ത് പൂത്തിരി വിചിരിഞ്ഞ് നിൽക്കുക. പപ്പ ഇതല്ലേ നല്ലത് എന്ന് ചോദിക്കും. ഇതാ മോൾക്ക് ചേരുന്നത് എന്ന് ഗൗതം ഭയങ്കര സന്തോഷത്തോടെ പറഞ്ഞിട്ട് ഒരു പുച്ഛത്തോടെ നന്ദയുടെ മുഖത്തേക്ക് നോക്കുക കേട്ടോ. അന്നത്തേക്കും ഗൗരി നന്ദയോട് ചോദിക്കുമ്പോൾ അമ്മ ഇതല്ലേ അമ്മ നല്ലതെന്ന് ചോദിക്കുമ്പോൾ മോൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ, മോൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നല്ലതാണ് എന്ന് പറയും. എന്നിട്ട് മോള് ഗൗതത്തോട് ചോദിക്കും എപ്പോഴാണ് പപ്പ നമ്മൾ പോകുന്നേ എന്ന്. അന്നേരം പോകാം, അതിനുമ്പോൾ മോളിൽ ഈ തലമുടിയൊക്കെ ഒന്ന് ഈരി കെട്ടണ്ടേ, പപ്പ കെട്ടിത്തരാം എന്ന് പറഞ്ഞ് അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അന്നേരം ഗൗതം ഒരു പുച്ഛത്തോടെ നോക്കുക കേട്ടോ നന്ദേനെ. എന്നുവെച്ചാൽ ആ കാശിൻ്റെ ആർഭാടത്തിൽ മോളെ അങ്ങ് മാറ്റിയെടുക്കാമെന്നാണ് ഗൗതത്തിൻ്റെ മനസ്സിലെ ചിന്തകൾ. ഏതായാലും ഗൗതം അങ്ങോട്ട് പോയി കഴിയുമ്പോഴേക്കും നന്ദയ്ക്ക് ആകെ വിഷമം കേട്ടോ. നന്ദ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. അന്നേരം നളിനി അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നതെന്ന് ചോദിക്കുവാണ്. അന്നേരം നന്ദ പറയുന്നുണ്ട് അയാൾ ഇപ്പോൾ കാണിക്കുന്നത് അയാളുടെ ആ ലക്ഷറി ലൈഫ് മുകളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ, മോളെ അതിൽ മയക്കാൻ വേണ്ടിയാണ് അയാൾ ഈ ഓരോന്നും കാണിച്ചു കൂട്ടുന്നത്. അയാൾ ആ ഡ്രസ്സ് മോൾക്ക് വാങ്ങിച്ചു കൊടുത്തത് അയാളുടെ ലക്ഷറി ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ഞാൻ അങ്ങനെയല്ല, ഞാൻ ആ ഡ്രസ്സ് തയ്പ്പിക്കാനുള്ള തയ്യൽക്കൂലി പോലും കണ്ടെത്തിയത് എൻ്റെ ഇല്ലായ്മയിൽ നിന്നാണ്. എൻ്റെ മകൾ എൻ്റെ ആ ഇല്ലായ്മയും എൻ്റെ ബുദ്ധിമുട്ടും എന്താണെന്ന് അറിഞ്ഞ് എൻ്റെ മകൾ പോലും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നുവാണ് എന്ന് പറയും. അന്നേരം നളിനി പറയുന്നുണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, അവളുടെ കുഞ്ഞു മനസ്സല്ലേ, ഇത്തിരി നല്ല കളറും തിളക്കവും ഒക്കെ കാണുമ്പോൾ അങ്ങോട്ട് ചായും എന്ന് പറയുവാണ്. അന്നേരം നന്ദ പറയുന്നുണ്ട് അതാണ് എൻ്റെ പേടി, അവൾ ആ ഇന്ത്യവരത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ആ ലക്ഷറി ലൈഫും ആർഭാടതയും ഒക്കെ കാണുമ്പം അവിടെ തന്നെ നിൽക്കാം, അച്ഛൻ പപ്പയുടെ കൂടെ ജീവിക്കണം എന്നൊക്കെ അവൾക്ക് തോന്നും. ഈ അമ്മയുടെ സങ്കടമോ ഈ അമ്മയുടെ ജീവിതമോ ആ ദാരിദ്ര്യമോ ഒക്കെ ഓർക്കുമ്പോൾ അവൾക്ക് പുച്ഛമായിരിക്കും, അവൾ എന്നെ മറന്നു പോകുമോ അല്ലെങ്കിൽ എന്നെ വേണ്ട എന്ന് അവൾ തീരുമാനിക്കുമോ എന്നൊക്കെ ഇങ്ങനെ നളിനിയോട് ചോദിക്കുവാണ് വിഷമത്തോടെ. അന്നേരം നളിനി പറയും അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഏതായാലും മോളെ അവരങ്ങോട്ട് സ്വീകരിക്കുമ്പം നന്ദയ്ക്കും മനസ്സുകൊണ്ട് അവർ സ്വീകരിക്കേണ്ടി വരില്ലേ എന്ന് ചോദിക്കും. അന്നേരം നന്ദ പറയുന്നുണ്ട് ഇല്ല, ഒരിക്കലുമില്ല, ഞാൻ അങ്ങനെ മാറുന്ന ഒരാളല്ല, അങ്ങനെ ഞാൻ മാറണമെങ്കിൽ എൻ്റെ മരിച്ചുപോയ മകൻ തിരിച്ചു വന്ന് എന്നോട് പറയണം, എങ്കിലേ ഞാൻ അങ്ങനെ ഒരു മാറ്റത്തെ പറ്റി ചിന്തിക്കുകയുള്ളൂ. നിലവിൽ എൻ്റെ മോൾക്ക് ഒരു പപ്പയെ വേണമായിരുന്നു, അതുകൊണ്ട് ഞാൻ അതങ്ങ് സാധിച്ചു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ഇനിയുള്ള ജീവിതത്തിൽ എനിക്കൊരു ഭർത്താവോ ഭർത്താവിൻ്റെ കുടുംബക്കാരോ ഒന്നും ആവശ്യമില്ല. എന്നെയും എൻ്റെ മകനെയും ആ കുടുംബത്തിൽ നിന്ന് പുറത്ത് ചാടിക്കാൻ കൂട്ടുനിന്നവരാണ് അവിടെ ഉള്ളത്, അതൊന്നും ഈ ജന്മം ഞാൻ മറക്കാൻ പോകുന്നില്ല എന്ന് നന്ദ പറയുവാട്ടോ. എന്നിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പം നളിനി പറയുന്നുണ്ട് ഇതൊന്നും കണ്ട് നന്ദ ഡോക്ടർ വിഷമിക്കേണ്ട
കാര്യമില്ല. നന്ദ ഡോക്ടർ പ്രസവിച്ചതല്ലേ ഗൗരിമോളെ, ഇവിടുത്തെ മുലപ്പാല് കഴിച്ചല്ലേ അവൾ വളർന്നത്. അതിൻ്റെ ഗുണം അവളുടെ എന്നും ഉണ്ടാവും. എത്രയൊക്കെ ലക്ഷറി ലൈഫ് കാണിച്ച് അവളുടെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചാലും പൊന്നും കാക്കപ്പൊന്നും അവൾ തിരിച്ചറിയും. അതിനുള്ള കഴിവും ഗുണവും അവൾക്കുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് നന്ദയെ ആശ്വസിപ്പിക്കുന്ന നളിനിയും വിഷമിച്ച് നിൽക്കുന്ന നന്ദയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.